നോക്കാൻ പോയിട്ട്. ആനയുണ്ടോ? നമ്മൾ ചിമ്മിനി ഡാമിലെത്തിയില്ലേ, ഇവിടെ ആന നിൽക്കുന്നുണ്ട്. ഇവിടെയല്ല, കുറച്ച് ദൂരത്തായിട്ടാണ് നിൽക്കുന്നത്. കാണിച്ചു തരാം. ആ ആനകളാണെങ്കിൽ നല്ല ദൂരത്താണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ആനകളാന്ന് തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും ദൂരത്താ അവര്. ഡാമിൽ നിന്നുള്ളൊരു വ്യൂ രക്ഷയില്ല കേട്ടോ. ആ മലയിന്ന് മേഘം വരുന്നത് നോക്കിയേ. ആ കൊട്ടവഞ്ചികളൊക്കെ ഇവിടുത്തെ ആംഫി ട്രക്കിങ്ങിന് വന്ന ആൾക്കാരെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരികയാണ്. നമുക്ക് ആ കൊട്ടവഞ്ചിയിൽ കുറച്ച് ദൂരം പോയിട്ട് ആനകളെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ആനകളുടെ അടുത്തേക്കൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ കൊട്ടവഞ്ചിയിൽ നമ്മളെ അത്ര ദൂരത്തേക്കൊന്നും കൊണ്ടുപോയില്ല. എന്നാലും കുറച്ചുകൂടി അടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കൊട്ടവഞ്ചിയിൽ കയറി. ചിമ്മിനിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണിത്. ദൂരെ പൊട്ടുപോലെ കാണുന്നതാണ് ആനകള്. നിങ്ങൾക്ക് ചിമ്മിനിയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഈ മൺസൂണിൽ തന്നെ വരാൻ നോക്കണം. ഈ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന മലകളും അതിൻ്റെ ഒപ്പം പച്ചപ്പ് നിറഞ്ഞ കാടും ഈ റിസർവോയറിലെ വെള്ളം കൂടി കൂടുമ്പം ചിമ്മിനിയുടെ ഭംഗി ശരിക്കും വേറൊരു ലെവൽ തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇവിടെ അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് കുറവായിരിക്കും. എന്നാലും ഈ ഒരു വ്യൂ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. ഈ കൊട്ടവഞ്ചിയിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ തുഴയുന്നതുകൊണ്ട് ഭയങ്കര ഷെയ്ക്കാണ്. കുറച്ചു ദൂരം തുഴഞ്ഞ് ഒന്ന് നിർത്തുമ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മാറി ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ പോയി നിന്ന് ആനകളെ കാണാൻ പറ്റുമെന്ന് ഞാൻ സുധീഷിനോട് ചോദിക്കുകയായിരുന്നു. സുധീഷാണ് ഞങ്ങളെ ഇന്ന് കൊട്ടവഞ്ചിയിൽ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ നിന്ന് കാണാൻ പറ്റില്ല, കുറച്ച് ദൂരം ഈ ഡാമിൻ്റെ മുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആനകളെ കാണാൻ പറ്റുമെന്നാണ് ആൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ റൈഡ് കഴിയുമ്പം ആനകൾ കയറി പോയിട്ടില്ലെങ്കിൽ ഈ ഡാമിൻ്റെ മുകളിലൂടെ നടന്നിട്ടൊന്ന് പോയി നോക്കാം. പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ ഫ്രണ്ട് തോംസേട്ടൻ്റെ മകൻ പോളും ഉണ്ട്. ഈ ഒരു ഹേർഡിൽ 4 ആനകളാണുള്ളത്. 2 മുതിർന്ന ആനയും പിന്നെ 2 കുട്ടിയാനയും. അതിലെ വലിപ്പമുള്ള കുട്ടിയാന ഒരു കുട്ടിക്കൊമ്പനാണ്, പിന്നെ മറ്റേത് തീരെ ചെറിയൊരു കുട്ടിയാനയും. ഇതുവരെ നമ്മുടെ പ്രസൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു കാരണം നമ്മളിപ്പോഴും അത്യാവശ്യം ദൂരത്താണ്. നിങ്ങൾ ചിമ്മിനിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടവഞ്ചി റൈഡ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂവിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ 4 പേർക്ക് 500 രൂപയാണ് ആയത്. ആ ഒരു റേറ്റിന് എനിക്കിത് വേർത്തായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ചിമ്മിനിയിലേക്ക് വരുമ്പോഴൊക്കെ ഇവിടുത്തെ ഈ ഒരു കൊട്ടവഞ്ചിയിൽ കയറാറുണ്ട്. നമുക്കങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ മഴയെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇവിടെയുള്ളവർ നിങ്ങളെ മഴയത്തും കൊണ്ടുപോകാൻ റെഡിയാണ്. നിങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്കത് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റായി മാറും. ആ ആനകൾ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കിയേ. ചുറ്റും നല്ല തിങ്ങി നിറഞ്ഞ കാടും അതിൻ്റെ മുന്നിലായിട്ട് ഈ പരന്നു കിടക്കുന്ന റിസർവോയറും അതിൻ്റെ നടുവിൽ നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ആനകളും. ഇത് കണ്ടു നിൽക്കാൻ തന്നെ എന്ത് ഭംഗിയാലേ. ആ കുട്ടിയാന അമ്മയാനെ തന്നെ ഫോളോ ചെയ്ത് നടക്കുകയാണ്. അതിനെ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. തീരെ ചെറിയൊരു കുട്ടിയാനെ അത്. ഇപ്പതേ ബാക്കിൽ നിന്ന് ആ കുട്ടിക്കൊമ്പനും കൂടി വരുന്നുണ്ട്. ആ കുട്ടിക്കൊമ്പൻ മാത്രമല്ല, ബാക്കിൽ നിന്ന് മറ്റേ മുതിർന്ന ആനയും കൂടി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ എലിഫന്റ് ഹേർഡിൽ ചെറിയ കുട്ടിയാനകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹേർഡിലെ മറ്റു മുതിർന്ന ആനകളൊക്കെ വളരെയധികം പ്രൊട്ടക്റ്റീവായിരിക്കും. എന്തെങ്കിലും ഒരു സംശയമൊക്കെ തോന്നിയാൽ ഇതുപോലെ കുട്ടിയാനെ നടുക്ക് നിർത്തി അവരിങ്ങനെ ചുറ്റും നിൽക്കും. നിങ്ങൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി വിസിറ്റ് ചെയ്യുമ്പം ഇവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എലിഫന്റ് സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് നല്ല പോലെ ഉണ്ട്. ഇപ്പോൾ ഈ ചിമ്മിനിയിൽ എലിഫന്റ് കോൺസെൻട്രേഷൻ നല്ല രീതിക്കുണ്ട്. ഈ ചിമ്മിനി ഡാമിൻ്റെ ഭാഗത്തും അല്ലാതെ കാടുകളിലും പിന്നെ ഇവിടുന്ന് കുറച്ച് മാറി ചൊക്കനയിലൊക്കെ മിക്കപ്പോഴും ഇപ്പം എലിഫന്റ് സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഞങ്ങളിന്ന് ചൊക്കന ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്തപ്പം വലിയൊരു എലിഫന്റ് ഹേർഡ് നല്ല മഴയത്ത് നിൽക്കുന്ന അടിപൊളി വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. നല്ല അടിപൊളി വിഷ്വൽസ് ഇനി വരുന്നുണ്ട്. ഇപ്പതേ 4 ആനകൾ ഒരുമിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ പ്രസൻസ് ചെറിയ രീതിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരൊന്ന് അലേർട്ടായിട്ടുണ്ട്.
ഞങ്ങൾ നല്ല ദൂരത്താണ്. ആനകൾ മിക്കവാറും ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ സ്മെല്ല് കിട്ടാനുള്ള ചാൻസും കുറവാണ്. നമ്മുടെ സൗണ്ട് കേട്ടിട്ടാവണം അവർ മാറിപ്പോയത്. ആ രണ്ട് ആനകള് കാടിന്റെ ഉള്ളിലേക്ക് മെല്ലെ കയറിപ്പോകാൻ തുടങ്ങി. ഈ ആനയും കുട്ടിയാനയാണെങ്കിൽ ഈ സൈഡിലൂടെ തന്നെ നടന്നു. അവര് റിസർവറിന്റെ സൈഡിലൂടെ തന്നെ നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരും കുറച്ച് കഴിഞ്ഞപ്പം തിരിഞ്ഞ് കാടിന്റെ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോകാൻ തുടങ്ങി. ആ ആനകളാണെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ കൊട്ടവഞ്ചിയിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ടൊന്ന് കൊട്ടവഞ്ചി അനങ്ങുമ്പോൾ ഭയങ്കര ഷെയ്ക്കാ ക്യാമറയിൽ വരുന്നത്. ഞങ്ങളവിടെ കുറച്ചു നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു. ആനകൾ ഇറങ്ങി വരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ആനക്കൂട്ടം ഇപ്പൊ കാട്ടിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. അവരിഞ്ഞ് കുറച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിന്റെ മുകളിലൂടെ പോയി അവരെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ചിമ്മിനിയിലേക്ക് വരുമ്പം നമുക്ക് കിട്ടുന്ന കാഴ്ചകളൊന്ന് കണ്ടാലോ. ഈ റൂട്ട് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും. ഈ റോഡിന്റെ ഏരിയൽ വ്യൂ ഉള്ള റീൽസൊക്കെ നല്ല വൈറലാണ്. അതിൽ നമുക്ക് കാണുമ്പോൾ തോന്നാം ഇതിന്റെ രണ്ട് സൈഡിലുമായിട്ട് നല്ല തിക്ക് ഫോറസ്റ്റ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് റബ്ബർ പ്ലാന്റേഷൻസ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് നിർബന്ധമായിട്ടും കിട്ടുന്ന ഒന്നാണ് ഇതേ പശുക്കളുടെ ഒരു റോഡ് ബ്ലോക്ക്. ഇത് നമ്മുടെ വണ്ടിയെ മാത്രമല്ല സ്ലോ ചെയ്യുന്നത്, നമ്മളെ തന്നെ ഒന്ന് സ്ലോ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഈ റൂട്ടിലൂടെ വരുമ്പം പശുക്കൾ മാത്രമല്ല കേട്ടോ, ഇവിടെ വൈൽഡ് ആനിമൽസിനെ കാണാനുള്ള ചാൻസും കൂടുതലാണ്. ഇവിടെ മാനും മയിലും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇവിടെ ആനകളും ഉണ്ടാവും. അതുകൊണ്ട് ഈ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ചുറ്റുമൊക്കെ ഒന്ന് നോക്കി ആനകളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെത്തി. ഇത് അവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഇവിടുത്തെ എൻട്രി ഫീസും അടച്ചിട്ട് വേണം ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ. ഞങ്ങളിവിടെ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. 8:30ക്കാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ നല്ല രീതിക്ക് റോഡ് സൈഡിലൊക്കെ നോക്കണം. അവിടെ ഇഷ്ടംപോലെ ആനിമൽസിനും ബേർഡ്സിനൊക്കെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് റോഡിൽ നിന്ന് കുറച്ച് മാറി ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സും വാച്ചേഴ്സും ഒക്കെ നിന്ന് നമ്മൾ പെട്ടെന്ന് മാറ്റി വിടുന്നുണ്ടായിരുന്നു. ആ ആനകൾ വണ്ടിക്ക് നേരെ ചാർജ് ചെയ്യാറുണ്ട് അത്രേ. ചിലപ്പോൾ ഡാമിൻ്റെ അപ്പുറം ഉണ്ടാവും. ഞങ്ങൾ ഡാമിലെത്തി കൊട്ടവഞ്ചിയിലൊക്കെ പോയി ആനയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഹെർബൽ ഗാർഡനിലേക്കാണ്. ഇത് ഇവിടുത്തെ ചെറിയൊരു വാക്കേരിയാണ്. ഇങ്ങോട്ട് അങ്ങനെ പോകാൻ നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഈ ഒരു വാക്കിൽ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ സൈറ്റിംഗ് ഈ ഒരു ബേർഡിൻ്റെയാണ്, ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ. മലയാളത്തിൽ ഇവരെ ചാരവര്യൻ പ്രാവ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് കുറച്ചു മാറി ഒരു ബാർബറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് വൈറ്റ് ചീക്ഡ് ബാർബറ്റ് ആണ്, ചിന്നക്കുട്ടുറുവൻ. നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് വരുമ്പോഴേ ഇവിടെ ചെറിയ വാക്കിന് പറ്റിയൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ബേർഡ് വാച്ചിങ്ങിന് പറ്റിയൊരു സ്ഥലമാണിത്. ഇഷ്ടംപോലെ ബേർഡ്സിനൊക്കെ സ്പോട്ട് ചെയ്യാം. ഇപ്പം വെയിലൊക്കെ കുറവാണ്, പിന്നെ ചെറുതായിട്ട് മഴയുണ്ട്. അതുകൊണ്ട് അത്ര ബേർഡ്സ് ഇപ്പം ഇല്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ബേർഡ്സിനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേതാ ബേർഡെന്ന് മനസ്സിലായോ? ഇതാണ് കോമൺ അയോറ. ഇവരെ നമ്മൾ മലയാളത്തിൽ അയോറ പക്ഷികളെന്നും മഞ്ഞത്തളയരൻ തേൻകിളിയെന്നും പറയാറുണ്ട്. അതൊരു പുൽച്ചാടിനെ പിടിച്ച് അതിനെ കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിവിടെ കണ്ട മറ്റൊരു ബേർഡാണ്, പർപ്പിൾ റംഡ് സൺബേർഡ്. മലയാളത്തിൽ ഇവയെ മഞ്ഞത്തേങ്കിളി എന്നാണ് പറയുക. ഇത് അതിൻ്റെ ഫീമെയിലാണ്. ഈ ഇരിക്കുന്ന ബേർഡാണ് ഗ്രേറ്റർ റാക്കറ്റ് ട്രെയിൽ ഡ്രോങ്കോ.
ഇവരെ നമുക്ക് കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലും കാടുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. മലയാളത്തിൽ ഇവരെ കാടുമുഴുക്കിയെന്നും കരാളൻ ജാത്തനെന്നും ഇരട്ടവാലൻ പക്ഷി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. നമ്മളെന്തായാലും കൊട്ടവഞ്ചി പോയപ്പോൾ കുറച്ചു നേരം മഴയൊന്ന് മാറിയിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. മഴ പെയ്തോണ്ടേ എല്ലാ സ്ഥലത്തും നല്ല വഴുക്കലാണ്. ഇപ്പം നടക്കുന്നത് ചിമ്മിനി ഡാമിലൂടെയാണ്. ഈ സൈഡിലാണ് റിസർവോയറൊക്കെ കണ്ടോ. നമ്മൾ നേരത്തെ കൊട്ടവഞ്ചിയിൽ പോയത് ഇതെവിടെയായിരുന്നു. നമ്മൾ രാവിലെ വന്നപ്പം ആനയെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിലൂടെ പോയിട്ട് ആനയെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അത് ആ സമയത്ത് ഉള്ളിലേക്ക് കയറിയായിരുന്നു. ഇപ്പം ചെറിയൊരു വെയിൽ വന്നുകൊണ്ട് ഞങ്ങാനും പുറത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ മുന്നിൽ കാണുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ട്രക്കിംഗ് പോകുന്നത്. ഈ ഒരു സൈഡിൽ ഈ റിസർവർ കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടാണ് ബാക്കിലായിട്ടാണ് നമ്മുടെ ആംഫി ട്രക്കിംഗ് നടക്കുന്നത്. പിന്നെ ഈ സൈഡിലാണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ട്രക്കായ ചൂരത്തല ട്രക്ക് നടക്കുന്നത്. അവരവിടെ നിന്ന് നോക്കുന്നുണ്ട് ആന എങ്ങാനും കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. നമുക്ക് നോക്കാൻ പോയിട്ട്. നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട ഒരു എലിഫൻറ്റ് ഹേർഡ് നമ്മൾ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കാണ്ടുള്ളിലേക്ക് തന്നെ തിരിച്ചു കയറിപ്പോയിരുന്നു. ഇപ്പം അവരിത് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. അവരവിടെ നിന്ന് മാറി കുറച്ച് ഇപ്പുറത്തായിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഈ ഡാമിൻ്റെ എൻഡിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. 2 കുട്ടിയാനയും പിന്നെ ഒരു മുതിർന്ന ആന ഇപ്പോൾ റിസർവോറിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. മറ്റൊരാന കാണ്ടുള്ളിൽ നിന്ന് മെല്ലെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ കണ്ട സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് കയറി ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവർ വന്ന് നിൽക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് നോക്കി ഇവരെ കാണാൻ പറ്റില്ല. ഞങ്ങളിത് ഈ ഒരു എൻഡിൽ വന്നപ്പോഴാണ് ആനകളിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടത്. എല്ലാ ആനകളും അങ്ങോട്ട് തിരിഞ്ഞാണ് നടക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ ഇതുവരെ ചിമ്മിനി വിസിറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാടും പച്ചപ്പും ആനിമൽസിനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ചിമ്മിനി. എന്താ ഈ സ്ഥലത്തിന്റെ ഭംഗിയെന്നൊന്ന് നോക്കിയേ. ഹേർഡിലൊരു മുതിർന്ന ആന ഇടയ്ക്ക് കാടിന്റെ ഉള്ളിലേക്ക് കയറും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് റിസർവറിന്റെ സൈഡിലേക്ക് വരും. ഇനി അധികം നേരമൊന്നും നമുക്ക് ഇവരെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവരങ്ങ് അറ്റത്തെത്തി. ആ കൊട്ടവഞ്ചികൾ പോയി നോക്കിയേ, എന്ത് രസമല്ലേ. ഇവിടുത്തെ ഈ ഒരു കാര്യം എനിക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ടൂറിസ്റ്റിന് വേണ്ടി അങ്ങനെ മോട്ടോർ ബോട്ടൊന്നുമില്ല. എല്ലാവർക്കും വളരെ കാമായിരുന്ന് ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. ആനകൾ ഇനി ഇവിടുന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ ആ റൗണ്ട് അടിച്ച് അപ്പുറത്തെത്തണം നമുക്ക് ഇനി കാണണമെങ്കിൽ. അതിനാണെങ്കിൽ കുറേ ടൈം എടുക്കും. ഈ റിസർവറിലെ വെള്ളം ഇപ്പോഴും അധികമൊന്നും കയറിയിട്ടില്ല. പിന്നെ മഴയ്ക്ക് ശേഷം ഇവിടെ നല്ലപോലെ പുല്ലും വന്നിട്ടുണ്ട്. ഈ പുല്ലൊക്കെ തിന്നാനാണ് ആനകൾ ഈ റിസർവറിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നത്. വെള്ളം കയറി കഴിഞ്ഞാൽ ഇത്ര എളുപ്പത്തിലൊന്നും നമുക്ക് ആനകളെ ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ ചിമ്മിനി ഡാമിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ടൈമാണ്. വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമുക്ക് ആനകളെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ആ ആനകളൊക്കെ പോയതിനു ശേഷം ഞങ്ങൾ ഈ ബട്ടർഫ്ലൈനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കുറച്ചു നേരമായിട്ട് ഇതിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണൊന്ന് ഇരുന്നത്. ഈ ഇരിക്കുന്നത് ഒരു സാധാ ബട്ടർഫ്ലൈ അല്ല കേട്ടോ. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ആണ് സദേൺ ബേർഡ് വിങ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഗോൾഡൻ ബേർഡ് വിങ് ആണ്. അത് ഹിമാലയൻ റീജിയൻസിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ സദേൺ ബേർഡ് വിങ്ങിനെ സഹ്യാദ്രി ബേർഡ് വിങ് എന്നും പറയാറുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിലാണ് നമുക്ക് ഇവയെ അധികവും കാണാൻ സാധിക്കുക. മലയാളത്തിൽ ഇവയെ ഗരുഡശൽഭം എന്നാണ് വിളിക്കുന്നത്. ഇവര് പറക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമെന്ന് നോക്കിയേ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഡാം വ്യൂ പോയിന്റിലേക്ക് പോകുന്ന സമയത്താണ് ഒരു മരത്തേല് ഈ ഒരു സർപ്പന്റിയിൽ ഇരിക്കുന്നത് കണ്ടത്, നമ്മുടെ ചുട്ടിപ്പരുന്ത്.
ഇതാണ് ചിമ്മിനി ഡാം. ഇപ്പൊ അങ്ങനെ ഷട്ടറൊന്നും തുറക്കാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. സൈഡിലൂടെ മാത്രം കുറച്ച് വെള്ളം പോകുന്നുണ്ട്. ഡാം വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോഴാണ് ഈ രണ്ട് മരംകൊത്തികൾ ആ മരത്തിലിരുന്ന് കൊത്തുന്നത് കണ്ടത്. മഴയൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ കാര്യമായിട്ട് വലിയ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് മലബാർ ഫ്ലെയിം ബാക്ക് വുഡ്പെക്കർ. ഈ മേലെ ഇരിക്കുന്നത് ഫീമെയിലും പിന്നെ താഴെ ആ തലയിൽ ചുവപ്പ് നിറമുള്ളത് മെയിലുമാണ്. അതൊരു ദ്രവിച്ച മരാന്ന് തോന്നുന്നു. അവര് വളരെ പെട്ടെന്ന് തന്നെ കൊത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുവിനൊക്കെ പിടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കൂലേ അതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്? ഡാമിന്റെ വ്യൂ പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കിട്ടിയ മറ്റൊരു സൈറ്റിംഗ് ആണ് ഈ ഇരിക്കുന്ന ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ, നമ്മുടെ മഞ്ഞക്കിളി. കുറച്ച് അപ്പുറത്ത് മാറി വേറെ ഒരെണ്ണം കൂടി ഇരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ചിമ്മിനി ഡാം വ്യൂ പോയിന്റിലെത്തി. ഇവിടെ വന്നപ്പം അവിടെ ഒരു നീർക്കാക്ക ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ആ ആനകളെ കാണാൻ പറ്റുമോ നോക്കിയതാണ്. പക്ഷെ ഇവിടെ നിന്നൊന്നും അവരെ കാണാൻ പറ്റുന്നില്ല. വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു മരത്തിന്റെ മുകളിലായിട്ട് വേഴാമ്പൽ ഇരിക്കുന്നത് കണ്ടത്. ഇത് മലബാർ പൈൽഡ് ഹോൺബില്ലാണ്. ഇതിനെ ലെസർ പൈൽഡ് ഹോൺബിൽ എന്നും പറയും. നമ്മുടെ പാണ്ടൻ വേഴാമ്പൽ. അത് ആ മരത്തിന്റെ ടോപ്പിലായിട്ട് ഇരിക്കുകയായിരുന്നു. അതിനെ ഷൂട്ട് തുടങ്ങിയതും നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമ്മളിപ്പം ചൊക്കനയിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങോട്ടൊരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ എന്തിനാ ചൊക്കനയിലേക്ക് പോകുന്നതെന്ന്. ചൊക്കനയിൽ നമുക്ക് ആനകളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ മഴയൊക്കെ കൊണ്ട് ആരാ ഇരിക്കുന്നതെന്ന് നോക്കിയേ. ആ മയിലിങ്ങനെ നിന്ന് മഴ നനയുന്നത് കാണുമ്പം ആർക്കാണെങ്കിലും ഒന്ന് കുറച്ചു നേരം ഇറങ്ങി നിന്ന് മഴയൊക്കെ കൊള്ളാൻ തോന്നും. പക്ഷെ ഇവർക്കത് അത്ര എളുപ്പമല്ല കേട്ടോ. തോലുകൾ നനയുമ്പം അതിന്റെ ഭാരം കൂടും. പറക്കാനും പിന്നെ വേഗത്തിൽ നീങ്ങാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവിടുത്തെ ഡാമിന്റെ സൈഡിലൂടെ വരുന്ന വെള്ളവും പിന്നെ ഇപ്പം മഴ പെയ്യുന്നപ്പോൾ കുത്തി ഒലിച്ച് വരുന്ന വെള്ളവും ഇതിപ്പം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കോമൺ പോയിന്റ് ആണിത്. ആളുകൾ ഇവിടെ നിർത്തി ഇവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന മരമാണ്. അതിന്റെ വേരിന്റെ വലിപ്പമൊക്കെ ഒന്ന് നോക്കിയേ. അതേപോലെ തന്നെ ഈ മരത്തിന്റെ സൈസും കണ്ടില്ലേ. നമ്മൾ ചൊക്കനയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പഴയ പാലമാണിത്. ഇതൊരു ബ്രിട്ടീഷ് പാലമാണ്. 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഇതിന്. നല്ല പോലെ ഇപ്പൊ പുഴയിൽ വെള്ളവും കൂടിയിട്ടുണ്ട്. ഈ ഒരു പാലത്തിലൂടെ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ആകെയുള്ളൂ. അങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഈ ഒരു സെർപ്പന്റീഗിളിനെ കണ്ടത്. അങ്ങനെ മുന്നോട്ട് വന്നപ്പം നമ്മൾ അന്വേഷിച്ചു വന്ന കാഴ്ച കാണാൻ പറ്റി. മലമുകളിലായിട്ട് ഒരാനക്കൂട്ടം നിന്ന് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് നല്ല ദൂരത്തായിരുന്നു. പിന്നെ മഴയും ചെറിയ കോടയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ആ ഹേർഡിനെ നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു പോകുമ്പോഴാണ് ഈ കുന്നിന്റെ മുകളിലായിട്ട് ഈ ഒരു ഹേർഡിനെ കാണുന്നത്. ഇത് വലിയൊരു ഹേർഡാട്ടോ. എത്ര കുട്ടിയാനകളാന്ന് നോക്കിയേ. ഇപ്പൊ ഇവിടെ ഏകദേശം 10 ആനകൾക്ക് അടുത്തുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് 2 മുതിർന്ന ആനകൾ ഈ കുന്നിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതിലൊരാനയ്ക്ക് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ക്യാമറയ്ക്ക് എടുത്ത് വന്നപ്പോഴേക്കും അതങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയി. മഴ ഇപ്പൊ കുറച്ചു നേരമായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ വിഷ്വൽസ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയത്ത് നിൽക്കുന്ന എലിഫന്റ് ഹേർഡിനെ ഒന്ന് നോക്കിയേ. ഞാനിനി അധികം വോയിസ് ഓവർ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളിതൊക്കെ കണ്ടൊന്ന് എൻജോയ് ചെയ്യൂ.
ആ കുട്ടിയാനെയൊക്കെ മഴ കൊണ്ട് നടക്കുന്നത് നോക്കിയേ, എന്ത് രസമല്ലേ. ആനകളൊക്കെ പൊതുവെ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് വലിയ മരങ്ങളൊന്നും ഇല്ലാത്ത തുറസായ സ്ഥലത്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൻ്റെ ഒരു കാരണം നല്ല മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ കാട്ടിലെ വലിയ മരങ്ങളൊക്കെ പൊട്ടിച്ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ തുറസായ സ്ഥലത്തേക്കൊക്കെ മാറി നിൽക്കുന്നത്. ഈ മഴയും കൊണ്ട് നടക്കുന്ന ആനകളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആകെയുള്ളൊരു വിഷമം കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.